BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ തീയതി പ്രഖ്യാപിച്ചു. ആശമാർക്ക് നൽകിയ വാക്കു പാലിച്ചു. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി CM VDS. പുതിയ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ജനപ്രിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പുണ്ടാക്കുമെന്നതുൾപ്പെടെയാണ് പ്രഖ്യാപനങ്ങൾ. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ആശമാരുടെ ഹോണറേറിയം 12,000 രൂപയായി ഉയർത്തി. സാമ്പത്തിക നില മെച്ചപ്പെട്ടാൽ ഇനിയും കൂട്ടുമെന്നും ആശമാർക്ക് UDF നൽകിയ വാക്ക് പാലിച്ചെന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അംഗനവാടി ജീവനക്കാരുടെ വേതനത്തിൽ 1000 രൂപയുടെ വർധനയുണ്ട്. പാചക തൊഴിലാളികൾക്ക് 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ആയമാർക്കും 1000 രൂപ കൂട്ടി. മന്ത്രിസഭാ രൂപീകരണം. കോഴിക്കോട് ജില്ലയെ അവഗണിച്ചതിൽ പ്രതിഷേധം. ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കോഴിക്കോടിന്റെ അയോഗ്യത എന്തെന്നും VE അബ്ദുൽ ഗഫൂറിന്റെ മെറിറ്റ് എന്തെന്നുമുള്ള പോസ്റ്ററുകളാണ് ഉയർന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടം, 5 മരണം. വയനാട്ടിൽ KSRTC ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 3 പേർ മരിച്ചു. വയനാട് പഴയ വൈത്തിരിയിൽ KSRTC ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 3 പേർ മരിച്ചു. ഇന്ന് രാവിലെയോടെയാണ് പഴയ വൈത്തിരിയിൽ KSRTC മിന്നൽ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് നമ്പിക്കൊല്ലി സ്വദേശിയായ നാരായണനും ഭാര്യയും മകനും മരിച്ചത്. നാരായണൻ സംഭവ സ്ഥലത്ത് വെച്ചും ഭാര്യ സിജിയും മകൻ അമലും മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരിച്ചത്. ഷിബു ബേബി ജോണും CP ജോണും സഗൗരവം. മറ്റുള്ളവരുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിൽ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് K മുരളീധരൻ. UDF മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ഷിബു ബേബി ജോണും CP ജോണും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് K മുരളീധരൻ വ്യത്യസ്തനായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും അധികാരമേറ്റു. നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുൻപിലായിരുന്നു സത്യപ്രതിജ്ഞ. കേരള ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു. VD സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി. VD സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ X പോസ്റ്റ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് പോസ്റ്റുകൾ പങ്കുവച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തൊഴിലുറപ്പ് ജോലി ചെയ്ത് മകനെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച ഒരമ്മ. അമ്മയെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുവാൻ പഠനത്തിനൊപ്പം സെക്യൂരിറ്റി ജോലിക്ക് പോയ മകൻ. ജീവിതം സമരമാക്കിയ മന്ത്രി OJ ജനീഷ്. സമരത്തോടൊപ്പം ജീവിത പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുപോയ നേതാവിനുള്ള അംഗീകാരമാണ് OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം. മാളയിലെ ചെറിയ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ജനീഷ് ഇനി തൃശൂർ ജില്ലയിലെ ഏക മന്ത്രി കൂടിയാണ്. രക്ഷാപ്രവർത്തനം മറക്കാതെ UDF. അന്വേഷണത്തിന് SIT. പ്രതികാര നടപടിയായി കാണല്ലേ സ്വാഭാവിക നീതിയെന്ന് AD തോമസ് MLA. മുൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ നവകേരള സദസ്സ് പരിപാടിക്കിടെ ആലപ്പുഴയിൽ പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇത് തങ്ങൾക്ക് ലഭിക്കുന്ന സ്വാഭാവിക നീതിയാണെന്നും രാഷ്ട്രീയ പ്രതികാരമായി ആരും കാണരുതെന്നും അന്ന് മർദ്ദനമേറ്റ AD തോമസ് MLA മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.